ഇത്രത്തോളം സ്ട്രിഞ്ചൻറ്റ് ലോസ് ഉണ്ടായിട്ടും നമ്മൾ എന്നും കേൾക്കുന്ന വാർത്തകൾ എന്താണെന്ന് വെച്ചാൽ ഡൗറിക്ക് വേണ്ടി പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുന്നു, ഒരാഴ്ച കൊണ്ട് തന്നെ കല്യാണം ഫ്ലോപ്പാകുന്നു. പിന്നെ നമ്മുടെ ചുറ്റും നോക്കിയാൽ അറിയാം, നമ്മുടെ എത്ര ഫ്രണ്ട്സ്, എത്ര റിലേറ്റീവ്സ്, എത്ര കസിൻസ് ആണ് കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ്ഡ് ആയിട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കൗണ്ട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റം. പിന്നെ നമ്മുടെ സൊസൈറ്റി അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഇന്ന് പിന്നെ കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടുന്നില്ല എന്നുള്ളത്. പെൺകുട്ടികളില്ലാത്തതുകൊണ്ടല്ല, പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത്. അപ്പം സത്യം പറഞ്ഞാൽ സൊസൈറ്റിയിൽ വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല, എക്സെപ്റ്റ് പെൺകുട്ടികളുടെ ചിന്താഗതിയിലും അവരുടെ പെരുമാറ്റത്തിലും ഉള്ള വ്യത്യാസം. കാരണം എൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരനുഭവിച്ച സോക്കോൾ ത്യാഗമയമായ ജീവിതം എനിക്ക് വേണ്ട എന്ന് പെൺകുട്ടികൾ അങ്ങ് ഡിസൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. അല്ലാതെ വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ആൻഡ് അവരങ്ങനെ ഡിസൈഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആണ് ഈ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. നേരത്തെയും ഇത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു, പക്ഷെ അത് ഇത്രയും വേഴ്സ് ആവുന്നില്ല, കാരണം പെൺകുട്ടികൾ സഹിക്കാൻ തയ്യാറായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ ആൾക്കാർ പെൺകുട്ടികളെ നേരത്തെ കല്യാണം കഴിച്ചു വിടുമായിരുന്നു. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്രത്തോളം പ്രായം കൂടുന്നോ അല്ലെങ്കിൽ എത്രത്തോളം കാലം ഒറ്റയ്ക്ക് ജീവിക്കുന്നോ നമുക്ക് തന്നെ ഇപ്പോൾ ഊഹിക്കാം. നമ്മൾ അത്രയും ഒരു ഒരു ഫ്രീഡം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടേതായ സൗകര്യങ്ങൾ, നമ്മുടേതായ രീതികൾ, നമ്മുടേതായ ഒരു നമ്മൾ ഫ്ലെക്സിബിലിറ്റി കുറയുവാണ് നമ്മൾ ഏജ്ഡാവും തോറും. നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മുടെ അച്ഛനമ്മ അല്ലെങ്കിൽ കുറച്ച് പ്രായം കൂടി ആൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അവർ ഒരു പർട്ടിക്കുലർ ഒരു കൺസെപ്റ്റിലിരിക്കുവാണ്. അതിനെ ചേഞ്ച് ചെയ്ത് പുതിയ കാര്യങ്ങൾ അങ്ങോട്ട് ഇൻജെക്റ്റ് ചെയ്ത് കയറ്റുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. അതുപോലെ തന്നെ നമുക്കും പ്രായം കൂടുന്തോറും നമ്മളുടെ ഫ്ലെക്സിബിലിറ്റി കുറയുമാണ്. അപ്പോൾ നമ്മൾ ഇപ്പം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിച്ച് വേറൊരു വീട്ടിൽ പോയി അഡാപ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടതാണ്. അപ്പം ആ ഒരു അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു കഴിവ് അല്ലെങ്കിൽ അവിടെ പോയി അഡ്ജസ്റ്റ് ചെയ്യേണ്ട കഴിവൊക്കെ നമ്മൾ മെച്ചുവേർഡ് ആവും തോറും അല്ലെങ്കിൽ പ്രായം കൂടും തോറും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഈ കാരണത്താലാണ് പണ്ട് ആൾക്കാർ നേരത്തെ കല്യാണം കഴിപ്പിച്ച് വിടുന്നത്. കാരണം അവിടെ പോയി കിടന്ന് സഹിക്കട്ടെ, നേരത്തെ ആണെങ്കിൽ നമുക്ക് പഠിപ്പിച്ച് കളയാലോ, അങ്ങനെ ഒരു ചിന്താഗതി ശരിയാണത്. അപ്പം ഇന്ന് നേരത്തെ കല്യാണം കഴിക്കാമെന്നല്ല, അല്ലാതെ മാത്രമല്ല കല്യാണമേ കഴിക്കുന്നില്ല ആൾക്കാർ. ഈ ആൺകുട്ടികളും അവരുടെ വീട്ടുകാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങളുടെ വീട്ടിൽ എത്രത്തോളം പാമ്പറിങ്ങിലോ ഇരിക്കുന്നോ, അതായത് നിങ്ങൾ ചിലപ്പോൾ രാവിലെ ജോലിക്ക് വന്നു, വീട്ടിൽ വരുന്നു, വീട്ടുകാരുണ്ടാക്കി ചെറുക്കുന്നത് കഴിക്കുന്നു, നിങ്ങൾ തുണി കഴിയുന്നത് ചിലപ്പം വീട്ടിൽ ഹെൽപ്പറായിരിക്കും അല്ലെങ്കിൽ വീട്ടിൽ അമ്മ തന്നെ ആയിരിക്കും, കൈ കൊണ്ടായാലും മെഷീനിലായാലും വട്ടേവർ, നിങ്ങൾ വീട്ടിലൊന്നും ചെയ്യുന്നില്ലായിരിക്കാം, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നില്ലായിരിക്കാം. ഇതേ പാമ്പറിങ്ങിലും ഇതേ സൗകര്യങ്ങളിലും വേണമെങ്കിൽ ഒരു പടി മേലെ ഇരിക്കുന്നതാണ് ആ പെൺകുട്ടി. പണ്ട് കാലമല്ല, പെൺകുട്ടികളെ 10-15 വയസ്സാകുമ്പോഴത്തേക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. ഇന്ന് ആരത് പഠിക്കുന്നു? ഈ ഇത്രയും പ്രായമായ എനിക്ക് പോലും വീട്ടിലെ കാര്യങ്ങൾ പോട്ടെ, എനിക്ക് ഇഷ്ടമല്ല, താല്പര്യമില്ല, അത് തന്നെയാണ് വാക്ക്, സൗകര്യവും ഇല്ല ചെയ്യാൻ. അപ്പം ഇതേ മൈൻഡ് സെറ്റിലിരിക്കുന്നതാണ് ഇന്നത്തെ മെജോറിറ്റി പെൺകുട്ടികളും. അവർ ഒന്നെങ്കിലും ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, വീട്ടുകാരുണ്ടാക്കി ചെറുക്കുന്നത് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, വീണ്ടും അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നു, തിരിച്ചു വരുന്നു. അല്ലാതെ അവർ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ അവരുടേതായ വീട് അടുക്കും ചിട്ടയിൽ വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് അല്ല മെജോറിറ്റി പെൺകുട്ടികൾ. ഉണ്ടാവാം, ഇങ്ങനെയുള്ളവരുണ്ടാവാം, ബട്ട് മെജോറിറ്റിയും അങ്ങനെയല്ല. എങ്ങനെയാണോ ഒരു ആൺകുട്ടി, പണ്ടത്തെ ആൺകുട്ടികൾ വീട്ടിൽ രാജകീയമായ പദവിയിലിരിക്കുന്നു, അതിനപ്പുറം രാജകീയതയിലാണ് ഇന്നത്തെ പെൺകുട്ടികൾ ഇരിക്കുന്നത്. അപ്പം ആ അവസ്ഥയിലിരിക്കുന്ന പെൺകുട്ടികളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾ വീട്ടിൽ വന്ന് ആദ്യം തന്നെ നിങ്ങളുടെ അമ്മയെ പോയി ഹെൽപ്പ് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുക, നിങ്ങൾ തുണി കഴുകുക, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുക, ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന തന്നെ വലിയൊരു മണ്ടത്തനമാണ്. ഇന്നലെ വരെ ഇതൊന്നും ചെയ്യാൻ സൗകര്യമില്ലാതെ അന്തസ്സായിട്ട് ചിലപ്പോൾ 11 മണി വരെ കിടന്നുറങ്ങുന്നവളായിരിക്കും. ജോലിയില്ല, പഠിക്കുന്നോ ഇല്ലെങ്കിലും അവളുടെ വീട്ടിൽ അത്രയും ട്രീറ്റ്മെൻറ്റാണ് ഇന്ന് ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്നത്. ഒരു ആണിനും പെണ്ണിനും ഇന്ന് ഒരേ തരത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത് അവരുടെ വീട്ടുകാർ. എത്ര പേര് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിൽ പോകാനായിട്ട് ട്രെയിൻ ചെയ്തിട്ടൊക്കെ വിടുന്നതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അറിവിലുള്ള ആരും
അങ്ങനെയൊന്നും അല്ല ഇരിക്കുന്നത്. എൻ്റെ അറിവിൽ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരും എൻ്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ളവരും നമ്മൾ ചുറ്റും ബാക്കി സമയം എൻ്റെ അറിവിലെന്നല്ല, ഞാൻ മൊത്തത്തിലാണ് പറയുന്നത്. സൊസൈറ്റിയിലുള്ള ഏതൊരു വീട്ടിൽ നോക്കിയാലും പെൺകുട്ടികളൊന്നും അങ്ങനെയൊന്നും അല്ല. അപ്പം നിങ്ങൾക്ക് ഒരു സുപ്രഭാതത്തിൽ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നു അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഒരു കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് ഒരു കുടുംബിനിയായിട്ട് സോക്കോൾഡ് കുടുംബിനിയുടെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഉള്ള നിങ്ങളുടെ അമ്മയുടെ മറ്റൊരു രൂപത്തെ ഒന്നും പ്രതീക്ഷിക്കരുത്. സ്വന്തമായി തുണി പോലും കഴുകാത്ത ആൾക്കാരാണ് ഈ കൂടെ വന്നിരിക്കുന്നത്. വെറുതെ ഒരുങ്ങി കെട്ടിയിരിക്കുന്നു, കല്യാണമൊക്കെ അല്ലേ എന്നും പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇങ്ങനെ സ്വന്തം കാര്യം പോലും ചെയ്യാൻ അറിയാത്ത പെൺപിള്ളേരാണ് കല്യാണം കഴിച്ചുകൊണ്ട് പോയിട്ട് അവൻ ചോറ് ഉരുട്ടി കൊടുത്തില്ല, കുളിപ്പിച്ചില്ല, കൂടെ കുളിച്ചില്ല, കൂടെ കിടന്നില്ല. എനിക്കറിയത്തില്ല ഇതൊക്കെ എത്രത്തോളം സത്യം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എനിവേ ബട്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഈ കാരണങ്ങളാൽ മാരേജ് ഫ്ലോപ്പായ ആൾക്കാരെയും എനിക്ക് പേഴ്സണലി അറിയാം. സോ ഇത് ഇങ്ങനെ പറയാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ചാൻസ് ഉണ്ട്. ഈ പറയുന്ന കപ്പിൾ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. എനിവേ അപ്പോൾ ഇത്രയും ബോധം പോലും സ്വന്തം കാര്യം നോക്കാൻ പോലും ബോധമില്ലാതിരിക്കുന്ന പിള്ളേരാണ് അവിടെ പോയിട്ട് അവൻ്റെ കാര്യം, അവൻ്റെ അമ്മയുടെ കാര്യം, അവൻ്റെ തന്ത്രയുടെ കാര്യമൊക്കെ നോക്കണം എന്ന് പറയുന്നത്. എനിക്കറിഞ്ഞൂടെ ഇതൊന്നും ഇനിയുള്ള കാലത്ത് നടക്കത്തില്ല. ഇത് നടക്കുമെന്ന് പറഞ്ഞാൽ ആകപ്പാടെ നിങ്ങൾ രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ച ആ കപ്പിൾ എവിടെയെങ്കിലും പോയി മാറി താമസിക്കുക, സർവൈവലിന് വേണ്ടി രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചും കുടിച്ചും അടിവെച്ചും തലക്കടിച്ചും ചാവുക എന്നുള്ളതല്ലാതെ ഈ പേരൻസിൻ്റെ കൂടെ കിടന്ന് അവരെയും കൂടെ മെനക്കെടുത്താതിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുക, അതായത് ബെസ്റ്റ് ഓപ്ഷൻ അതാണ്. കല്യാണം കഴിക്കാതിരിക്കുക. കഴിച്ച് കഴിഞ്ഞ് ഇതുപോലെ കിടന്ന് യുദ്ധം ചെയ്ത് വീട്ടുകാരുടെ സമാധാനം കൂടെ കാണത്തില്ല. വീട്ടുകാരവനെ പറയണ്ട, ആലോചിച്ച് കെട്ടിച്ചേക്കുന്നതല്ല, മാരേജ് പോലും അല്ല. ഈ മെജോറിറ്റി ഡൗറി പ്രോബ്ലംസും പിന്നെ അല്ലെങ്കിൽ ഡൗറി ഡെത്തും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അറേഞ്ച് മാരേജിലാണ്. ആലോചിച്ച് അന്വേഷിച്ച് കെട്ടിച്ച് വിടുന്ന വീട്ടുകാർ. എന്നിട്ടാണ് ഈ അവസ്ഥ. ലവ് മാരേജ് ആണെങ്കിൽ പിന്നെ ഈ പ്രശ്നം വരുന്നില്ലല്ലോ, അവന് ഡൗറി കൊടുക്കണ്ടല്ലോ, അവൾ കണ്ടുപിടിച്ചുകൊണ്ട് വന്നാലേ. അത് വലിയ തെറ്റാണ്, അത് തന്നെ ഒരു പാപമാണ്. അപ്പോൾ പിന്നെ അവന് ഡൗറി കൂടെ കൊടുക്കുമോ? ഇല്ല. അപ്പം അവിടെ ആ ചിന്ത വരുന്നില്ല. ഈ അറേഞ്ച് മാരേജാണല്ലോ ഇങ്ങനത്തെ സമ്മാനദാനവും പിന്നെ കൈകൊട്ടിക്കളിയും ഒക്കെ ഉള്ളത്. അപ്പം ഇവിടെ ആ പ്രശ്നം വരുന്നുള്ളൂ. ഭയങ്കരമായിട്ട് അന്വേഷിച്ച് ആലോചിച്ച് അറേഞ്ച് ചെയ്ത് കെട്ടിക്കുന്നതാണ്. എന്നിട്ട് ഇതാണ് അവസ്ഥ. മെജോറിറ്റി നോക്കിയാൽ മതി. മെജോറിറ്റി ലവ് മാരേജ് ആയാലും അറേഞ്ച് മാരേജ് ആയാലും രണ്ട് ആൾക്കാർ ചേരുന്നതാണ് കല്യാണം. സ്വാഭാവികമായിട്ടും പ്രശ്നം ഉണ്ടാവും. അത് ഉറപ്പായ കാര്യമാണ്. കാരണം രണ്ട് സിറ്റുവേഷനിൽ ജനിച്ച് വളർന്ന് രണ്ട് രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഒരുമിച്ചിടുമ്പോഴത്തേക്കും അവർക്കിടയിൽ പ്രശ്നം ഉണ്ടാവും. അത് രണ്ട് പെണ്ണായിരുന്നാലും രണ്ട് ആണായിരുന്നാലും രണ്ട് ആൾക്കാരാണെങ്കിൽ അവർക്കിടയിൽ പ്രശ്നം ഉണ്ടാവും. അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം അതിന് നമ്മൾ അന്വേഷിച്ച് കെട്ടിച്ചേക്കുമ്പം പ്രശ്നം വരത്തില്ല. അല്ലെങ്കിൽ അറേഞ്ച് മാരേജിലാണ് പ്രശ്നം വരത്തില്ല, ലവ് മാരേജിലാണ് ഫ്ലോപ്പ്, ലവ് മാരേജിലാണ് പ്രശ്നം വരത്തില്ല. ഇതൊക്കെ നോൺസെൻസാണ്. അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നൊരു കാര്യം, ഈ പെൺകുട്ടികളെ വീട്ടുകാർ ശ്രദ്ധിക്കേണ്ടത് മാട്രിമോണി വഴി വരുന്ന ആലോചന. ചുറ്റിൽ നോക്കിയാൽ അറിയാം, നമ്മുടെ മെജോറിറ്റി ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പം പെൺകുട്ടികളുടെ കാര്യം പോട്ടെ, ചിലപ്പോൾ അവർ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുമെന്ന് വിചാരിച്ചപ്പോൾ പലരും റിലേഷൻഷിപ്പും അല്ലെങ്കിൽ ഇഷ്ടം തോന്നിയാലും ഒക്കെ വേണ്ടെന്ന് വിചാരിച്ച് അവസാനം അറേഞ്ച് മാരേജ് റെഡിയാവുന്നവരാണ് ഇന്നും ഉണ്ട്. മെജോറിറ്റി എന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിലും ഒരു 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 ലൈൻ ഷെയർ ഓഫ് പിന്നെ ഗേൾസും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ബട്ട് ബോയ്സ് അങ്ങനെയല്ല. അവർ മെജോറിറ്റി ആൾക്കാർ റിലേഷൻഷിപ്സ് ഉള്ളവരാണ്. അവരതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നവരാണ്. നമുക്ക് ഒരു സിംഗിളായിട്ടുള്ള ഒരുത്തിനെ കിട്ടാനെന്നും ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ചിരി വരുമായിരിക്കും. ബട്ട് സ്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി ഉള്ള ആൾക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് മാട്രിമോണിയൽ സൈറ്റിൽ അവൻ്റെ പ്രൊഫൈൽ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ എന്തോ സംതിങ് റോങ് ആണ്. ഞാൻ പറയുന്നത് വെറുതെ അല്ല, ഉള്ളതാണ് പറയുന്നത്. ഇങ്ങനെ വന്നിട്ടുള്ള എൻ്റെ വീട്ടിൽ നടന്നിട്ടുള്ള കാര്യങ്ങളായിരുന്നാലും അല്ലെങ്കിൽ എൻ്റെ പരിചയത്തിൽ നടന്നിട്ടുള്ളതായാലും ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ആയിരിക്കത്തില്ല, എക്സെപ്ഷൻസ് അതെ. ബട്ട് മെജോറിറ്റിക്കും എന്തോ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അവൻ മാട്രിമോണിയിൽ അവസാനം പിടിവള്ളിയായിട്ട് പിടിച്ചിരിക്കുന്നത്. ഒന്നുകിൽ എല്ലാം ട്രൈ ചെയ്ത് അവസാനം ഒട്ടിയിരിക്കുന്നവനായിരിക്കും, അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ കേപ്പബിലിറ്റി ഇല്ലാത്തവനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ ഇല്ലാത്തവനായിരിക്കാം, അല്ലെങ്കിൽ വീട്ടുകാർ പറഞ്ഞാലേ കാര്യം നടക്കൂ എന്നുള്ളവരായിരിക്കാം. അതന്നെ ഒരു വലിയ ഡിസ്ക്വാളിഫിക്കേഷനാണ്. അവർ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ കേപ്പബിലിറ്റി ഇല്ല. എല്ലാത്തിനും വീട്ടുകാർ പറയണം. അതിന് കല്യാണം കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാത്തിനും അവരുടെ ഒപ്പീനിയൻ എടുക്കാം, ബട്ട് അവരുടെ സാങ്ഷൻ വേണം. അവർ പറഞ്ഞാലും മുന്നോട്ട് പോകും, അവർ പറയുന്ന പോലെ നീങ്ങുള്ളൂ, അവർ പറഞ്ഞാലേ ഒരു ചുവടെടുത്ത് വെക്കുകയുള്ളൂ.
അതുതന്നെ അവരുടെ ഡിസ്ക്വാളിഫിക്കേഷനാണ്. സ്വന്തം ജീവിതം എങ്ങനെ പോകണമെന്ന് ഉള്ള തീരുമാനം എടുക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ അവൻ കല്യാണം കഴിക്കാനേ യോഗ്യനല്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ എന്തെങ്കിലും ഒരു കുഴപ്പമുള്ളവനാണ് മെജോറിറ്റി ഇന്നത്തെ കാലത്ത് മാട്രിമോണിയൽ സൈറ്റിൽ കിടക്കുന്നത്. ബാക്കി എല്ലാവർക്കും ആളുണ്ട്, എല്ലാവരെയും കുത്തിക്കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട്. അല്ലാതെ അവസാനം വേസ്റ്റായിട്ട് വരുന്നവരാണ് മെജോറിറ്റി ഇന്ന് മാട്രിമോണിയൽ സൈറ്റിൽ കിടക്കുന്നത്. ആൺപിള്ളേരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വീട്ടുകാർ വളരെ ആലോചിച്ച് അന്വേഷിച്ച് മാട്രിമോണിയ വഴി വരുന്ന വലിയ കുടുംബ പാരമ്പര്യമൊക്കെ ഉള്ള, കാറുള്ള, വീടുള്ള, കയ്യിൽ മറ്റേ ചങ്ങല പോലത്തെ ബ്രേസ്ലെറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരുത്തന്മാർ ആലോചിച്ച് കെട്ടിക്കുമ്പോൾ ആലോചിക്കണം ഇതൊക്കെ എത്ര ദൂരം പോകും, ഇവനൊക്കെ എന്തൊക്കെ കണ്ടിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കളികൾ കളിച്ചിട്ടാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ വന്ന് മാട്രിമോണിയൽ സെറ്റിൽ അടുത്ത ഒരു പിന്നെ ബിസിനസ്സിലാണ് അവൻ നിൽക്കുന്നത്. അതറിയാതെ അയ്യോ അല്ല അടിപൊളി ചരക്കൊന്നും പറഞ്ഞ് അതിൻ്റെ പുറകെ പോയി പെണ്ണിൻ്റെ മുഖവും തിരിഞ്ഞ് ദേഹവും ചതഞ്ഞ് എന്തിനാണോ ഈ പണിക്ക് പോകുന്നത്? ഇനി മനസ്സിലാവാത്തതുകൊണ്ടാണ്. എത്ര കണ്ടാലും പഠിക്കത്തില്ല, അടുത്ത വീട്ടിൽ കണ്ടാലും പഠിക്കത്തില്ല, പത്രത്തിൽ കണ്ടാലും പഠിക്കത്തില്ല, ടി വിയിൽ കണ്ടാലും പഠിക്കത്തില്ല. സ്വന്തം വീട്ടിൽ അതേ ദാരുണ അവസ്ഥയിൽ മോള് തിരിച്ചു വന്നിരുന്നു ഇരിക്കുമ്പോഴേ പഠിക്കത്തുള്ളൂ. അപ്പോഴും പറയും ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല, ഒന്നും അറിയത്തില്ല. അത് തന്നെയാണ് പ്രശ്നം. എന്നിട്ടും ഒരുത്തനെ അവൾ കണ്ടുപിടിച്ചോണ്ട് വന്നാൽ അപ്പം പറയും അവന് വീടില്ല, കാറില്ല, ചങ്ങല പോലത്തെ ബ്രേസ്ലെറ്റ് ഇല്ല, പറമ്പില്ല, വസ്തുവില്ല, പണമില്ല. ഇത്തരം മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് അവനെ പുച്ഛിച്ചിട്ട് ഇതുപോലത്തെ ചങ്ങല പാടവൻ്റെ പോലെ അയച്ചിട്ട് അവിടെ പോയി ഇരിക്കുമ്പോഴത്തേക്കും അറിയുന്നത് കാറിന് മാത്രമേ നീളമുള്ളൂ, മറ്റു പലതിനും ഇല്ലയെന്ന്.